ഹേയ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ദേ നമ്മൾ അഗെയിൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചെറിയൊരു ജലദോഷം, ചുമ, തൊണ്ടയിൽ ഒരു കിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇത് നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ. ചൊവ്വാഴ്ച നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്ത വീഡിയോ ആണ്. പക്ഷേ ജലദോഷമൊക്കെ കാരണം വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ മാറുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. അപ്പോൾ പിന്നെ ഒന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ സ്റ്റഡീസും കല്യാണമൊക്കെ കഴിഞ്ഞ് ലൈഫ് എത്ര ബിസി ആയാലും പലപ്പോഴെങ്കിലും നമ്മൾ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ കോളേജ് ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ ലൈഫ്. മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു മീറ്റപ്പാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകളിൽ വലിയ മീറ്റപ്പൊന്നുമല്ല. ഞങ്ങൾ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഗ്യാങ് ഉണ്ടായിരുന്നു. 6 പേര് മാത്രമുള്ള ഞങ്ങളുടെ ഒരു ചെറിയ ഗ്യാങ്. ഞങ്ങൾ അവസാനം കണ്ടത്, എല്ലാവരും ഒരുമിച്ച് കണ്ടത് എൻ്റെ കല്യാണത്തിനാണ് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തവണ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഓൺലി പ്ലാനിങ് മാത്രമേ അവസാനം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. അങ്ങനെ ഇന്നും 6 പേരൊന്നും ഇല്ല കേട്ടോ. ഒരാളിപ്പോൾ ദുബായിലാണ്, ഒരാൾ ജോലി തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട് വലിയ ദൂരമൊന്നുമില്ല, എന്നാൽ അത്ര അടുത്തുമല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ 4 പേരെങ്കിൽ 4 പേരൊന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നൊരു ചെറുതായിട്ടൊരു ഔട്ടിങ് പോയി. അങ്ങനെ വലിയ ദൂരമൊന്നും അല്ല കേട്ടോ. നമ്മുടെ നിലമ്പൂരുള്ള ബംഗ്ലാവുംകുന്ന്, ചന്തക്കുന്ന് വരുന്നൊരു പ്ലേസാണ്. അവിടെയാണ് നമ്മൾ പോയത്. അപ്പോൾ ആ യാത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോയത്. ഞാൻ പറഞ്ഞു 4 പേരും ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മക്കൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ബസ് ഇറങ്ങിയിട്ട് ഒന്ന് ഓട്ടോക്ക് കൂടെ പോരാനുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മക്കളെയും കൊണ്ട് ബസ്സിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് പോരുന്നത്. അങ്ങനെ ഇത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കുറേ കാണാൻ മാത്രമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് സംസാരിച്ചിരിക്കണം, മക്കൾക്ക് കളിക്കാനും പറ്റണം. ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഇതേ ഈ കാണുന്ന ഒരു പഴയ തറവാട് ഒരു കോവിലകം, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ കേട്ടോ ഡീറ്റെയിൽസും ചരിത്രങ്ങളും ഒന്നും. അപ്പോൾ അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഒരു ആകാശപാത എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, അതും കൂടി ഉണ്ട് കേട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 10 മിനിറ്റ് നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. ആ ഒരു 10 മിനിറ്റ് ആകെ സമയമുള്ളൂ. പിന്നെ പുറത്ത് നിൽക്കാനൊന്നും അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എൻട്രി ഫീ വരുന്നത് 40 റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടുത്തെ ഡോറുകളായാലും ജനലുകളായാലും ഒക്കെ ആ ഒരു പഴയ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഇത് കാണുക. പിന്നെ ആകാശപാത എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഏജ്ഡ് ആയവർക്കാണെങ്കിലൊന്നും കഴിയൂല കേട്ടോ. കുഴങ്ങിപ്പോകും. നമ്മൾ തന്നെ അത് കയറി ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ കുഴങ്ങും. അപ്പോൾ അങ്ങനെ ഒരു എൻജോയ്മെൻറ്റിനായിട്ട് വരാൻ പറ്റുന്ന പ്ലേസ് അല്ല. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് കപ്പിൾസിനൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. കാരണം നമുക്കൊരു പ്രൈവറ്റ് ഏരിയ അങ്ങനെ പറയാം. അപ്പം ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഞങ്ങൾ ചെയ്തൊക്കെ പോലെ നമ്മളൊരു ഗ്യാതറിങ്, ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റുന്നൊരു പ്ലേസാണ്. എല്ലാം പറഞ്ഞിട്ട് പ്ലേസ് പറയാൻ മറന്നുപോയോ? ആക്ച്വലി പ്ലേസ് വരുന്നത് നമ്മുടെ നിലമ്പൂർ ചന്തക്കുന്ന് ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. ബംഗ്ലാവ് കുന്ന് എന്നാണ് ഇങ്ങോട്ടേക്ക് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആകാശപാത. ഇങ്ങനെ ഒരു വനത്തിൻ്റെ അകത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചൂടിൻ്റെ മീൻസ് വെയിലിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല ചൂട്, പക്ഷേ ഫുള്ള് മരങ്ങളായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ അത്യാവശ്യം നമ്മളൊരു 2-3 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഫുഡ് കഴിക്കാൻ നമ്മൾ നിലമ്പൂർ തന്നെയുള്ള മുസല്ലയിലാണ് പോയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്നു. നമ്മളൊരു മന്തി, അതുപോലെ ഹണി ചിക്കന്, നോർമൽ ഒരു പെപ്പർ ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നെഹ്ല, അവളുടെ ഉമ്മാക്ക് ഒരു സാരി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പോയി. അങ്ങനെ അവിടെ നിന്ന് സാരിയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂട് കാരണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞത് നമ്മൾ വൈകുന്നേരം കുറച്ച് ഷട്ടിലൊക്കെ കളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തത്. പിന്നെ ഷട്ടിലൊക്കെ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബുൾസൈയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആകാശം നോക്കിയിട്ട് നല്ല ഭംഗിയില്ലേ, സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.